ആസിഫ് അലി, അമല പോൾ, പിന്നെ ഷറാഫുദ്ദീൻ അഭിനയിക്കുന്ന ഒരു പുതിയ സിനിമയാണ് ലെവൽ ക്രോസ്. അതിന്റെ ഒരു ട്രെയിലർ കണ്ടു. ട്രെയിലർ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. ഡയറക്ടർ അർഫാസ് അയൂബ്, പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് രമേഷ് പി പിള്ളയാണ്, പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിശാൽ ചന്ദ്രശേഖർ. അപ്പോൾ പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആസിഫ് അലി ഉണ്ട്, പിന്നെ അമല പോൾ ഉണ്ട്, പിന്നെ ഷറാഫുദ്ദീൻ ഉണ്ട്, പിന്നെ ട്രെയിലറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ജിത്തു ജോസഫ് എന്നുള്ള പേര് എഴുതി കാണിച്ചു. പടത്തിൽ അമല പോൾ ഒരു സൈക്യാട്രിക് ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരി ഈ സ്ഥലത്ത് പോയി പെടുകയെന്ന് തോന്നുന്നു. ആസിഫ് അലി ഒരു ഭയങ്കര ലുക്കിലാണ് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത്, ഈ ട്രെയിലറിൽ. പടം ഒരു ഭയങ്കര സംഭവമായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ ജിത്തു ജോസഫിന്റെ പേര് കണ്ടതോടെയാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ ഒരു ആകെ സ്വപ്നം കാണുന്ന പോലെ ആകെ സൈക്കാട്രിക് പ്രോബ്ലംസ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഓൺലൈനിൽ ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സിനെ തന്നെ കാണാറുണ്ടല്ലോ. ഞാൻ എന്നെ തന്നെ കണ്ടുപിടിക്കാൻ പോയി, ഞാൻ ക്ലെൻസ് ചെയ്യാൻ പോയി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു സൈക്കാട്രിക് പ്രോബ്ലമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഒഫൻഡഡ് ആയി പോകും. ഞാനും ചൂണ്ടിയൊന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കോമൺ ആയിട്ട് പറയാണ്. ഷറാഫുദ്ദീൻ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഡയലോഗ് അതാണ്, നമ്മളൊരു 10% മാത്രമേ നമ്മുടെ ഇന്നർ സൈഡിനെ കാണിക്കുന്നുള്ളൂ, നമ്മൾ ആരാന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ, അതാണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ആരും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മുടെ ആസിഫ് അലി ഒരു റെയിൽവേ ഗേറ്റ് കീപ്പർ പോലെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ പച്ചക്കൊടി കാണിക്കുന്ന വ്യക്തിയായിട്ടാണ്. അവിടെ ആരുമില്ല. പുള്ളി ഭയങ്കര ഭയങ്കര ഐഡിയ ആണ്. മറ്റേ റെയിൽ പാളത്തിൽ പോയിട്ട് ചെവിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, പല്ലൊന്നും തേക്കാതെ ഇങ്ങനെ മുടിയൊന്നും വെട്ടാതെ ഒരു പ്രത്യേക ഭയങ്കര ലുക്കിലാണ്. ഒരു തമിഴില് ലോക്കലിൽ പറയും ഇങ്ങനെ അടാറ് ലുക്ക് എന്ന് പറയും. അടാറ് ലുക്കാണ് ആശാൻ. എന്താണേലും പുള്ളിയെ നല്ലൊരു ഡയറക്ടറും നല്ലൊരു സ്ക്രീൻ പ്ലേക്കും കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് അമലാപോളും മറ്റേ ഷറാഫുദ്ദീൻ ഭയങ്കര അഭിനയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണേലും ഈ സിനിമ ഭയങ്കര വിജയമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ആസിഫ് അലി ഒരു അവാർഡൊക്കെ അടിക്കാനുള്ള സാധ്യത ഞാൻ ഈ ട്രെയിലറിൽ തന്നെ കാണുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് ട്രെയിലർ. അമലാപോളിനെ ഇങ്ങനെ എവിടുന്നോ രക്ഷിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരി ഉണർന്നു നോക്കുമ്പോൾ ഈ ആസിഫ് അലി ഭ്രാന്തനെ പോലെ അടുത്തിരിക്കുകയാണ്. ഈ സീനിൽ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആസിഫ് അലിയുടെ ഒരു പാസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവരുടെ ക്യാരക്ടേഴ്സിന്റെ പേരൊന്നും അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. പടം എന്ന് വേണേലും 2 ദിവസം കഴിയുമ്പോൾ റിലീസ് ആവുമല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ഷറഫുദ്ദീനെ ഭയങ്കര പ്രേമാണെന്ന് തോന്നുന്നു അമലാപോളിനോട്. അപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പ്രേമമൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അത് പ്രേമമാണോ എന്നറിയില്ല എന്നുള്ള ആ ഒരു ലൈനിലാണെന്ന് തോന്നുന്നു. എന്നിട്ട് ആസിഫ് അലിയെ ഇഷ്ടപ്പെടുകയാണോ എന്താണ് അവിടെ സംഭവിക്കുന്നത്, സെക്കൻഡ് ഹാഫിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും തോന്നുന്നു. പടം ഭയങ്കര സ്ലോ ആയിരിക്കും തോന്നുന്നു. ഭയങ്കര ഒരു ആക്ഷൻ ടൈപ്പുള്ള പടമൊന്നുമല്ല, ഇതൊരു സട്ടിലായിട്ടുള്ള മൂവി ആയിരിക്കും. ആസിഫ് അലിക്ക് 2 മുഖമുണ്ട് ഈ പടത്തില്. ഒന്ന് ഈ നല്ല ഷേവൊക്കെ ചെയ്ത് നല്ല മീശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കുട്ടപ്പനായിട്ട് ഇരിക്കുന്നത്, മറ്റേതൊരു കാടനെ പോലെ ഇരിക്കുന്നത്, ആ ഒരു ലുക്ക്. ആണെങ്കിലും പടം 2 ദിവസം കഴിയുമ്പോൾ റിലീസ് ആവില്ല. അപ്പോൾ നമുക്ക് കാണാം ലെവൽ ഏതുവരെ ക്രോസ് ചെയ്യും എന്നുള്ള, ലെവലൊക്കെ ക്രോസ് ചെയ്ത് വെളിയിൽ പോവുമോ അതോ സൂപ്പർ ഹിറ്റ് ആവുമോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആകാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. ബ്രഹ്മയുഗം പോലത്തെ ഒരു 2-3-4 ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാണേലും ഡയറക്ടറിനും ക്രൂവിനും എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് കളയാം.